കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പനെന്ന് പഞ്ചഗവ്യാടല്, നവകം, ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. കാശിവിളക്കൊക്കെ തുടങ്ങി ചില ചില ദിവസങ്ങൾ ഇന്നൊക്കെ കാഴ്ചശീവിയിലൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ 3 നേരം മാനപ്പുറത്തൊക്കെ ഇരുന്ന് നല്ല സന്തോഷത്തിലാണ്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. പിണച്ച് വെച്ച കാലുമെടുത്ത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കേണ്ട ഒരു മിടുക്കൻ ഒരു ഉണ്ണി. നല്ല കൗതുക കാണാൻ കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 2 കയ്യിലതാ പൊന്ന് 2 കൈയോട് കൂടിയിട്ട് ആ പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് ആ വേണുഗാനം പൊഴിക്കണത് കേട്ടോ. മിടുക്കനൊരു ഉണ്ണി. വേണുഗാനം പൊഴിച്ചു കൊണ്ടാണ് നിൽക്കണത് മന്ദസ്മിതത്തോട് കൂടിയിട്ട്. നല്ല കൗതുകങ്ങൾ കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോട് മുരളി വേണുഗാനം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മുരളീധരനായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ മുന്നോട്ട് കാണാൻ നിൽക്കണം കേട്ടോ. അതുപോലെ തിരുമുടിമാലകൾ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിൽ ആ 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്നും, ഒന്ന് വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത്. അങ്ങനെ 2 തിരുമുടിമാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. തെച്ചി തുളസി വെളുത്ത പൂവ് ഇടകലർന്ന് ധാരാളം നല്ല ഭംഗിയായിട്ട്. അതിൽ തെച്ചിയാണ് കൂടുതൽ. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റത് വനമാല, തെച്ചിയും തുളസിയും മാത്രമായിട്ട്. അതും തെച്ചിപ്പൂക്കൾ ധാരാളം ഇടയിലിടയിൽ കുറേശ്ശെ തുളസിപ്പൂവായിട്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ തിരുമുടിമാലകളുടെയും മുകളിലായിട്ട് വിധാനമായിട്ട് അതാ 4-5 ഉണ്ടമാലകൾ. തെച്ചിയും തുളസി വനമാല പോലത്തെ നല്ല വലുതൊന്ന് തടിച്ചുരുണ്ട്. അതിൻ്റെ ഉള്ളിൽ താമരപ്പൂ കൊണ്ടുള്ളതൊന്ന്. പിന്നെ താമര തുളസിയായിട്ട് 2 എണ്ണം. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 എണ്ണം. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാവും. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കൊള്ളും വിളിച്ചിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 96 ശ്ലോകം 9 മലയാള വിവർത്തനം. ക്ലേശിച്ചാർജിച്ച വിത്തം ക്ഷയമണയുകയാൽ വിപ്രനേകൻ മനസ്സിൽ മാലിന്യം പോയുരച്ചാൽ മമ കഥനമിതിനും മൂലമൻ ചിത്തമേഘം. ആത്മാവിൽ കർത്യഭാവം മനമിതു വെറുതെ ചേർത്തു ചെയ്യുന്നു സർവം. ചൊന്നിത്തം മുക്തനായ നിവനുമരുളണേ ശാന്തിയേവം ഹൃദന്തേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നല്ല പുഞ്ചിരിയോടുകൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കളഭാലങ്കാരം കാണാൻ, പുഞ്ചിരി കാണാനും അത്. അങ്ങനെ പൊന്നോടൊക്കെ വിളിച്ച് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറാക്കണ ഒരു പൊന്നുണ്ണി കണ്ണൻ ആ ശ്രീലകത്ത് കേട്ടോ. നല്ല സന്തോഷമാകും. ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷമാണ്. ഉച്ചപൂജ തൊഴുതാൽ തന്നെ ഒരു സന്തോഷമാണ്. കണ്ണ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം നമുക്ക് പണച്ചു വെച്ചിരിക്കുന്ന 2 തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നല്ല സന്തോഷത്തോടുകൂടി ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കണ്ണ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.